നമുക്ക് കൊറ്റംകുളങ്ങരയിലെ ചമയവിളക്കില്ലേ, അതിലെ കുറച്ച് കാര്യങ്ങൾ കാണാം. ചമയവിളക്കിനെ പറ്റി ആ അമ്പലത്തിലെ ഐതിഹ്യത്തെക്കുറിച്ച് അമ്പിളി ദേവി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഈ ഒരു പ്രദേശം കാട് പിടിച്ചു കിടന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ ബാലകര് കാലികളെ മേയ്ക്കാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഈ പ്രദേശമൊക്കെ. അപ്പം കാലികളെ മേയിച്ചിട്ട് ഈ കുട്ടികൾ കളിക്കുമായിരുന്നു, മേയാൻ വിട്ടിട്ട്. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നാളികേരം വീഴുകയും അപ്പോൾ അവരവിടെ കണ്ട ഒരു ശിലയിൽ ഈ നാളികേരം പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ആ ശിലയിൽ നിന്ന് രക്തം ഉണ്ടായി എന്നാണ്. അപ്പം കുട്ടികളാണല്ലോ, സ്വാഭാവികമായിട്ടും പേടിച്ചു, ബന്ധുക്കളെ അറിയിച്ചു. അങ്ങനെ പ്രശ്നം വെപ്പിച്ചപ്പോൾ ദേവിയുടെ സാന്നിധ്യം അറിയുകയും അതാണ് അന്ന് ഈ ബാലകരാണ് ദേവിയുടെ മുന്നിൽ സ്ത്രീവേഷം കെട്ടി വിളക്കെടുത്തത്. അപ്പോൾ അത് അന്ന് എങ്ങനെയാണോ ഉത്സവം ആഘോഷിച്ചത് അതുപോലെ തന്നെ മതി എന്നുള്ളതാണ് ദേവി. ഇനി നമുക്ക് അവരുടെ മക്കള് ഒരുങ്ങി നിൽക്കുന്നത് കണ്ടാലോ. എന്ത് ക്യൂട്ടാണെന്നറിയോ. എനിക്ക് ആ ഇളയ മോനെ ഒത്തിരി ഇഷ്ടമായി. ഒന്ന് കണ്ടു നോക്ക്. നമ്മളെ അമ്പിളി ദേവി 2 കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ക്യൂട്ടാണല്ലേ. എനിക്കും ഒരു മോനാ ഉള്ളത്. അപ്പം ആ ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയുടെ വേഷം കെട്ടിച്ചിട്ട്, അല്ലാതെ ഇങ്ങനെ പ്രഹസനം നടത്തുന്നതൊന്നും ശരിയല്ല, പക്ഷെ ഇതൊരു വഴിപാടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ആൺകുട്ടിയെ കാണുമ്പോഴത്തേനുണ്ടല്ലോ, എന്ത് ക്യൂട്ടായിട്ടുള്ള ആ ചെറിയ മോൻ, എന്ത് ക്യൂട്ടായിട്ടുള്ളതാ അല്ലേ. വലിയ മോനും കൊള്ളാം. നോക്കിയേ, എത്ര ക്യൂട്ടാണല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം എനിക്കൊരു ആൺകുട്ടിയല്ലേ. എൻ്റെ മോനെ വെച്ച് ഞാനിങ്ങനെ കമ്പാരിസൺ ചെയ്ത് നോക്കിയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 കുട്ടികളും കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പം ഇത് എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു അമ്മയും മക്കളും. ആ ഇളയ കുട്ടി എത്ര സൂപ്പർ അല്ലേ. അടങ്ങിയിരിക്കണം മോനും. ഇത് നല്ലപോലെ പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെ ചിലത്. ഇനി നമുക്ക് കുറച്ച് വേറെ തലങ്ങളിൽ കാണാം. ചില ആൺകുട്ടികളൊക്കെ പെൺകുട്ടിയുടെ വേഷം കെട്ടിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആരെയും ബോഡി ഷെയ്മോ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ചിലവർ ഒരുങ്ങിയിട്ട് എന്ത് ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ ചിലവർ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല ചെയ്യേണ്ടത് കേട്ടോ. ആക്ച്വൽ ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് വേഷം കെട്ടി വരണതാണ്. ഇനി കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് കാണിക്കാൻ വേണ്ടി, പ്രഹസനം കാണിക്കാൻ വേണ്ടി കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വൃത്തികേട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ. എനിക്ക് എൻ്റെ വീഡിയോയിൽ അവരെ കൊണ്ടുവരാനായിട്ട് ഒട്ടും താല്പര്യമില്ല. എന്നാലും 1-2 വീഡിയോകളുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ആക്ച്വലി ട്രാൻസ്ജെൻഡേഴ്സ് ഇതിനകത്ത് വരാനേ പാടില്ല. റിയൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടിയിട്ട് വിളക്കെടുക്കേണ്ട. ഇതൊരു വഴിപാടാണ്. പക്ഷേ ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കയറി പറ്റാനും വൈറലാവാനും വേണ്ടിയിട്ടൊക്കെ കുറേ ആൾക്കാർ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഞാനൊരു കൊല്ലം ജില്ലക്കാരിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷെ ഞാൻ ഇതുവരേക്കും അവിടെ പോയിട്ടില്ല. എനിക്ക് പോകണം. നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം എനിക്കത് അവിടെ ഒന്ന് പോകണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അമ്പലത്തിൻ്റെ പരിസരത്തോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇടണേ. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുക്കലുള്ളതാണ്. അല്ലെങ്കിൽ ഇത് നേരിട്ട് കണ്ടിട്ടുള്ളവരായാലും മതി, ഒന്ന് പറയണേ. കാരണം ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ കുറേ 2-3 വർഷമായിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.